ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ആത്മീയ പാഠങ്ങളിൽ 6ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഓരോരുത്തരും ആത്മീയതയുടെ ഉന്നതമായൊരു സ്ഥാനത്തേക്കാണ് പ്രവേശിക്കുന്നത്. ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പാഠങ്ങളിൽ ജീവിതത്തെ വീക്ഷിക്കാനും അതിനൊത്ത് പ്രവർത്തിക്കാനും നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന പരിശോധന നിരന്തരം ആവശ്യമായ ഒന്നാണ്. സ്വാഭാവികമായും ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഏറ്റവും വലിയൊരു പ്രലോഭനം മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കണ്ടെത്താനുള്ള ത്വരയാണ്. ഇതൊരു സ്വാഭാവിക പ്രവണതയായിട്ടാണ് നമ്മിലുള്ളത്. മനുഷ്യർക്കാകെ മറ്റുള്ളവരിലേക്ക് നോക്കാനാണല്ലോ ബാഹ്യമായ കാരണങ്ങൾ പ്രേരണ നൽകുന്നത്. അതുകൊണ്ട് ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നിരവധിയായ കുറവുകൾ പോരായ്മകളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത്തരത്തിലുള്ള പോരായ്മകളും കുറവുകളും മനുഷ്യ സഹജമായ കുറവുകളായിട്ടോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാവമായിട്ടോ തിരിച്ചറിയുകയാണ് സാമാന്യഗതി. അപ്പോഴൊക്കെ നാം അറിയാതെ അവരെ വിധിച്ചു പോകും. ലോകം മുഴുവൻ ഇങ്ങനെയാണ്, എല്ലായിടത്തും കുറവുകളാണ്, എല്ലായിടത്തും തിന്മയാണ്, എല്ലാവരും അകൃത്യങ്ങളിലാണ് ഏർപ്പെടുന്നത്, ധാർമ്മിക ബോധമില്ല. അങ്ങനെ ലോകത്തെ നാം വിധിക്കുമ്പോൾ നമ്മെ തന്നെ നാം മാറ്റി നിർത്തുന്നുണ്ട്. റോമർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരു വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്, വിധിക്കുന്ന നീയും അതേ തെറ്റുകൾ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, മറ്റുള്ളവരിലെ തിന്മ കാണാനും ലോകത്തിലെ തിന്മ കാണാനും മിഴിതുറക്കുകയല്ല വേണ്ടത്, അവനവനിലേക്കാണ് നാം അപ്രകാരം നോക്കേണ്ടത്. മറ്റുള്ളവരിലേക്ക് കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും നമ്മുടെ മിഴികൾ നീട്ടുമ്പോൾ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് കുറവുകളും അയോഗ്യതകളും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയണം. ആത്മീയമായ ഔന്നത്യം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അപ്രകാരം സ്വയം പരിശോധനയുടെ ഒരു ജീവിതമാണ്. സഹജഭാവമായി നമുക്കുള്ളത് കുറവുകളും തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രവണതയാണ്. ഒരിക്കൽ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു മാഗസിൻ കണ്ടപ്പോൾ എന്നോട് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്: ബ്രദറെ, ആ മാഗസിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു പെശകുണ്ട്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, എവിടെയും എന്തും കുറവ് കണ്ടാൽ പെട്ടെന്ന് എൻ്റെ ദൃഷ്ടിയിൽ ഓടിയെത്തും. ക്ഷമിക്കണം ഞാനിത് പറഞ്ഞതിന്. വാസ്തവത്തിൽ അത് സാരമായൊരു പിശകായിരുന്നു. ആ സാരമായ പിശക് തിരുത്തേണ്ടതുമാണ്. പ്രിൻറ്റിങ് കഴിഞ്ഞതുകൊണ്ട് തിരുത്താനുമാവില്ല. പക്ഷെ കുറവ് കണ്ടെത്തിയത് ഒരു മോശം പ്രവണതയായിട്ട് പറയാൻ കഴിയില്ല. എന്നാൽ അത്തരത്തിൽ കുറവ് കാണുന്നൊരു പ്രവണത തന്നിലുണ്ട് എന്നൊരു വെളിച്ചം ആ സഹോദരനുണ്ടായി എന്നത് വളരെ വലിയ കാര്യമാണ്. ഒരാൾക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അയാൾക്കൊരു ജോലി അന്വേഷിക്കാനായിട്ട് ശ്രമിച്ചു. അയാൾ എവിടെ കൊണ്ട് ജോലിക്കാക്കിയാലും ആ സ്ഥാപനം നശിക്കും. കാരണം അവിടെ ചെല്ലുന്നതോടെ അവിടുത്തെ MD-യുടെ, അവിടുത്തെ തൊഴിലാളികളുടെ, ചുറ്റുപാടുമുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും കുറവുകൾ കണ്ടുപിടിക്കാനുമാണ് അയാൾ എപ്പോഴും വ്യഗ്രതപ്പെടുന്നത്. നന്മയൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് തന്നെ ഖേദമുണ്ട്, പക്ഷെ തിരുത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഇത്തരം പ്രവണത ഒരു മാനസികമായ വൈകല്യമോ കുറവോ പരിമിതിയൊക്കെ ആകാം. ബയോളജിക്കലായ പല കാര്യങ്ങളും തലച്ചോറിൻ്റെ പ്രവർത്തനമൊക്കെ അത്തരത്തിൽ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഇദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ തിരസ്കരിക്കപ്പെടുകയും എല്ലായിടത്തും പരാജയത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഒടുവിൽ അയാളെ ഒരു സ്ഥാപനത്തിലാക്കി. അതോടെ ആ സ്ഥാപനം മെച്ചപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് ഉത്തരം പറയാമോ? അയാൾ എവിടെ, ഏത് ജോലിക്കാണ് നിയോഗിച്ചത്? എന്തുകൊണ്ടാണ് അയാൾ ആ ജോലി മേഖലയിൽ വിജയം വരിച്ചത്? അയാളൊരു പത്രത്തിലാണ് ആക്കിയത്, പ്രൂഫ് റീഡിങ്ങിനാണ്. തെറ്റുകൾ കണ്ടുപിടിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ ഉള്ള വീഴ്ചകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അങ്ങനെ തിന്മ കാണുന്ന പ്രവണത മോശപ്പെട്ട ഒന്നാണെന്ന് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കണ്ണുകൾ തിന്മ ദർശിക്കാനാവാത്ത വിധം പരിശുദ്ധമാണ്. വളരെ നല്ലവരാണെന്ന് കരുതുന്ന ആളുകൾ, ദൈവത്തിലാണെന്ന് വിചാരിക്കുന്നവർ ദൈവത്തിൻ്റെ ഈ സ്വഭാവം വശമാക്കിയില്ലെങ്കിൽ അത് വലിയൊരു വീഴ്ചയാണെന്ന് നമുക്ക് കാണാൻ കഴിയണം. ആത്മീയ മനുഷ്യരായി സ്വയം പരിഗണിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പക്ഷത്താണ് നാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ ആ കുറവുകൾ നമ്മുടെ തന്നെ കുറവുകളായി തിരിച്ചറിയാനും എന്തൊക്കെയാണ് നമ്മളിലുള്ള വീഴ്ചകളെന്ന് കണ്ടെത്താനുള്ള ഉപാധിയായി അതിനെ മാറ്റുകയും ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം സ്ഫുടം ചെയ്തവരായിട്ട് മാറുക.
കർത്താവിൻ്റെ കണ്ണുള്ളവരായിട്ട് മാറുക. ഒരിക്കൽ മിസ്റ്റർ ഫ്രാൻസിസും ലിയോയും കൂടി ഒരു വയലിലൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ വയലിലൂടെ നടന്നു പോകുമ്പോൾ വയലിൽ ഒരു സ്ത്രീയും പുരുഷനും പാപം ചെയ്യുന്നത് ലിയോ കാണാനിടയായി. അദ്ദേഹം ഫ്രാൻസിസിനോട് പറഞ്ഞു, പിതാവേ, വയലിൽ ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും പാപം ചെയ്യുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, നിന്റെ കണ്ണ് നിന്നെ വഞ്ചിച്ചതാകാം, ഒന്ന് പോയി തട്ടി നോക്കൂ. ലിയോ പോയി തട്ടി നോക്കി. അതൊരു വൈക്കോൽ കട്ടയായിരുന്നു. നാം ചുറ്റുപാട് കാണുന്ന കാര്യങ്ങളിൽ തിന്മ കാണുന്നുവെങ്കിൽ നമ്മൾ ദൈവീകമായ കാഴ്ച കുറഞ്ഞിട്ടുണ്ട് എന്ന് കാണണം. മറ്റൊരിക്കൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പണക്കിഴി കാണുകയാണ്. ആ പണക്കിഴി കണ്ട് ഒരു പണക്കിഴി കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയും, അതൊന്ന് തുറന്നു നോക്കൂ, അതിനകത്തൊരു പാമ്പായിരിക്കും. ലിയോ തുറന്നു നോക്കി, അതിനകത്ത് ഒരു പാമ്പായിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ നിന്നുള്ള ദർശനശേഷിയുള്ളവയായിട്ട് മാറണം. മറ്റൊരുവനെ എങ്ങനെ കാണണമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 40-45 തിരുവചനങ്ങളിൽ മറ്റുള്ളവരെ എങ്ങനെ കാണണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. 40-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു, ഈ ചെറിയവനിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആ പറയുന്നതിനർത്ഥം ഈ ചെറിയവർ ഓരോരുത്തരും ഞാൻ തന്നെയാണെന്നാണ്. 45-ൽ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് അത് ചെയ്തു തരാതിരുന്നത് എന്ന് പറയുന്നു. ഞാൻ തന്നെയാണ് ആ ചെറിയവനെന്നാണ് ഈ 2 വാക്കുകൾ നമ്മളോട് പറയുന്നത്. പക്ഷേ നമുക്ക് ചെറിയവരിൽ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവർ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കാണുമ്പോൾ നാം അറിയാതെ തന്നെ ഹൃദയത്തിൽ അവരെ വിധിച്ചു പോകുന്നുണ്ട്. ഇവരെന്താണ് ഇങ്ങനെ? ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ്, മനുഷ്യരുടെ വീഴ്ച കണ്ടില്ലേ എന്ന് നമുക്ക് ചിന്തയുണ്ടാകുന്നു. ചുറ്റുപാടുമുള്ള എല്ലാ സങ്കേതങ്ങളും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും അവയൊക്കെ തിന്മയാണെന്ന് ഒരു പ്രചാരവേല ഇന്ന് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ AI വരെ അങ്ങനെ വിപരീതാർത്ഥത്തിലുള്ള പരാമർശങ്ങൾ കേൾക്കേണ്ടി വരുന്നു. മനുഷ്യനിർമ്മിത ബുദ്ധിയാണ്. മനുഷ്യൻ നിർമ്മിച്ചതൊക്കെ സൂക്ഷ്മാർത്ഥത്തിൽ പരിശുദ്ധമൊന്നുമല്ല. അവൻ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ഒരു നന്മയും ഒരു തിന്മയും കൂടിയിരിപ്പുണ്ട്. മനുഷ്യൻ്റെ നിർമ്മിതിയൊക്കെ അങ്ങനെയാണ്. അത് അനശ്വരവുമല്ല, നശ്വരമാണ്. നശ്വരവും മനുഷ്യൻ്റെ എല്ലാ കുറവുകളോടും കൂടിയതാണ് മനുഷ്യൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും. അതുകൊണ്ട് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ പരമമായ നന്മയാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പരമമായ നന്മ ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. അതൊരു ജീവാർപ്പണത്തിൻ്റെതാണ്. ലോകം കണ്ട പ്രവൃത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും സമ്പൂർണവുമായ പ്രവൃത്തി ക്രിസ്തുവിൻ്റെ യാഗാർപ്പണമാണ്. അതൊഴികെ ലോകത്തുള്ള എല്ലാ പ്രവൃത്തികളിലും ഈ കുറവുകൾ ഏറിയും കുറഞ്ഞും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കാണുന്നതൊക്കെ മോശമാണ് എന്നൊരു ചിന്ത നല്ലതല്ല. പണ്ട് TV വന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായ പ്രചാരവേല എന്തായിരുന്നു? അത് ചെകുത്താൻ പെട്ടിയെന്നാണ്. ഒനിടെ എന്ന TV-യുടെ പരസ്യത്തിൽ ഒരു പിശാചിൻ്റെ രൂപം വരച്ചിട്ടുണ്ട്, ഒരു ഐക്കൺ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണമായി കണ്ടത്. അതുകൊണ്ട് ചെകുത്താൻ പെട്ടി എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് നിരവധിയായ സുവിശേഷ ചാനലുകൾ വന്നു. സുവിശേഷ ചാനലുകൾ വന്നപ്പോൾ ഈ പറഞ്ഞ ചെകുത്താൻ പെട്ടി മാലാഖപ്പെട്ടിയായിട്ട് മാറി. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കണ്ണുകളാണ് ഓരോ പ്രവൃത്തിയെയും ഓരോ കാഴ്ചയെയും വിശുദ്ധമോ അശുദ്ധമോ ആക്കുന്നത്. നീ എങ്ങനെ കാണുന്നു, നീ എന്തതിൽ നിന്ന് വായിക്കുന്നു എന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് വചനത്തെക്കുറിച്ച്. സുവിശേഷത്തിൽ നിയമത്തിൽ എന്തെഴുതപ്പെട്ടിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനോഭാവവും നമ്മുടെ മനസ്സിൻ്റെ നിലവാരവും അനുസരിച്ചാണ് നാം എല്ലാം കാണുക. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മറ്റുള്ളവരിൽ കുറവും പോരായ്മയുമാണ് നിരന്തരം കാണുന്നതെങ്കിൽ അത് എൻ്റെ കുറവാണ്, എനിക്ക് സാരമായ പെശകുണ്ട്. ഇത് ലോകത്ത് ഒന്നും വിമർശിച്ചുകൂടാ എന്ന അർത്ഥത്തിൽ പറയുന്ന കാര്യമല്ല. ലോകത്ത് പല കാര്യങ്ങളും വിമർശിക്കേണ്ടതുണ്ട്, വിമർശന വിധേയമാകേണ്ടതുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ തന്നെ വിമർശനത്തിന് വിധേയമാകണം. അപ്പോൾ മാത്രമേ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. നമ്മളെല്ലാം കാണുന്നതെല്ലാം ശരിയാണെന്നല്ല പറയുന്നതിനർത്ഥം. കാണുന്നവയിൽ പോരായ്മയുണ്ടാകാം. ആ പോരായ്മ കാണുമ്പോൾ ആ പോരായ്മയും അതിലുള്ള നന്മയും ഒരേ സമയം നമുക്ക് കാണാൻ പറ്റണം. കുറവുകളെ അംഗീകരിക്കാൻ പറ്റണം. ആ കുറവുകൾ പുറമേയുള്ളതല്ലെന്നും അത് തൻ്റെ തന്നെ കുറവിൻ്റെ ഭാഗമാണെന്നും തിരിച്ചറിയാൻ പറ്റണം. മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ നാം വിധിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ കൊച്ചുറേസ്യ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ വെച്ച് ഒരാൾ തെറ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ആ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്തയാൾ നമ്മുടെ മുൻപിൽ വെച്ച് ഒരു പ്രാവശ്യം വീണു. അതേപോലെ തന്നെ 1000 സന്ദർഭങ്ങളിൽ അതേ വീഴ്ചകളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ അയാൾ അതിൽ നിന്ന് മോചനം പ്രാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നു. അതുകൊണ്ട് മറ്റൊരാളെ വിധിക്കുമ്പോൾ
ദൈവത്തിൻ്റെ ഇടപെടലിനെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവഗണിച്ച് വിധിയുടെ മനോഭാവത്തിലേക്ക് നാം എത്തിച്ചേരരുത്. ഒപ്പം തന്നെ അവരുടെ കുറവുകൾ എൻ്റെ തന്നെ കുറവുകളാണ്, ഞാൻ കാണാതെ പോകുന്ന എന്നിലുള്ള കുറവാണ്, ഞാൻ അറിയാതെ പോകുന്ന എന്നിലുള്ള കുറവാണ് അവരിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ പല കുറവുകളും കാണും. അവരിൽ പിശാചാണ്, അവരന് വൈകല്യമുണ്ട്, അവരൻ പാപിയാണ്, അവരനിൽ വൈകൃതമുണ്ട്, അവരനിൽ കുറവുകളുണ്ട്. ഈ കുറവുകളൊക്കെ നമ്മൾ മറ്റുള്ളവർ കാണും. നമ്മളീ കാണാത്ത കുറവുകളാണ്. നാം എത്ര മെച്ചമെന്നാണ് നമ്മളീ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. ഞാൻ നീതീകരിക്കപ്പെടുകയും ഞാൻ നല്ലവനാണെന്ന് സ്വയം കരുതുകയും ചെയ്താൽ ഓർത്തേക്കണം, അത് നമ്മുടെ വീഴ്ചയാണ്. നാം നിബന്ധിക്കുന്നത് വലിയൊരു ഗർത്തത്തിലേക്കാണ്. അത് അന്ധകാരത്തിൻ്റെ ഗർത്തമാണ്. അവിടെ നിന്ന് നമുക്കൊന്നും കാണാൻ പിന്നെ സാധ്യമല്ല. ദൈവത്തെ കാണാൻ കഴിയണമെങ്കിൽ അവരിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റണം. ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലാണ് തിരിച്ചറിയണം. സാധാരണഗതിയിൽ ലോകം മുഴുവൻ അന്ധകാരമാണെന്നും ലോകത്ത് മുഴുവൻ പാപമാണെന്നാണ് നമ്മൾ കേൾക്കുക. എല്ലാ മനുഷ്യരും മോശപ്പെട്ടവരാണ്. പൊട്ടുതൊടുന്നവർ, മുക്കുത്തുന്നവർ, പാദസരമിടുന്നവർ, വസ്ത്രം ധരിക്കുന്നവർ, വിവിധങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് ലോകത്തുള്ള മനുഷ്യരെ വിധിക്കാൻ പറ്റും. നമ്മൾ കാണുമ്പോൾ പലതരം കുറവുകളും പോരായ്മകളും ഉള്ളവരായി മറ്റുള്ളവരെ നമുക്ക് തോന്നും. ഒരിക്കൽ എറണാകുളത്ത് നിന്ന് ഓട്ടോയ്ക്ക് പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. ഓട്ടോറിക്ഷയിൽ കയറേണ്ട ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ കുടുംബം കൂടെയുണ്ട്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ സമീപിച്ച് ഒന്ന് അടുത്ത ബസ് സ്റ്റോപ്പ് വരെ പോകണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിഞ്ഞിട്ട് ചോദിച്ചു, എവിടേക്കാണ് പോകേണ്ടത്? മദ്യപാനിയുടെ സ്വരമാണ്, നാവ് കുഴഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി. ദൈവമേ, വന്നു പെട്ടത് ഒരു കുടിയൻ്റെ അടുത്താണല്ലോ എന്നാണ് ഉടനെ ഹൃദയം പറഞ്ഞത്. അങ്ങനെ എങ്കിലും ആ വണ്ടി കയറി. വണ്ടി കുറച്ച് മുമ്പോട്ട് നീങ്ങിയപ്പോൾ അയാൾ മുൻപോട്ട് തന്നെ നോക്കിയിരുന്നു പറഞ്ഞു, എനിക്കൊരു അസുഖമുണ്ട്, എൻ്റെ നാവ് എപ്പോഴും കുഴഞ്ഞു പോകും, വശങ്ങളിലേക്ക് നോക്കിയാൽ തല കറങ്ങും, ഇറങ്ങി നടന്നാൽ പാളിപ്പോവും. പലപ്പോഴും മദ്യപാനിയാണെന്ന് കരുതി എന്നെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോക്കറ്റിൽ മരുന്നിൻ്റെ ചീട്ടിട്ടുള്ളത് കൊണ്ട് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരെന്നെ വെറുതെ വിടും. ഓർത്തു നോക്കണം, എത്ര പെട്ടെന്നാണ് വളരെ നിസ്സഹായനായ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാധു മനുഷ്യനെ മദ്യപാനി എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിളിച്ചത്. ഹൃദയത്തിലേ വിളിച്ചുള്ളൂ. പക്ഷേ ഓർത്തു നോക്കണം, എത്ര കഠിനമായ വേദനയാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നത് നമ്മുടെ കണ്ണുകളും കാതുകളും ഒക്കെ പറയുന്നതനുസരിച്ചാണ് നാം നീങ്ങുക. നമ്മുടെ കണ്ണുകൾക്ക് പല പരിമിതികളും മുൻവിധികളും ഉണ്ട്. നമ്മുടെ ഹൃദയത്തിന് തന്നെ പല മുൻവിധികളുമുണ്ട്. ആ മുൻവിധികൾ വെച്ച് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്ക് 100 കുറവുകൾ കാണും. അതിലൊരു കുറവാണ് മറ്റുള്ളവർക്ക് പിശാചാണെന്ന് തോന്നൽ. മറ്റുള്ളവരിൽ ദൈവമാണ് വാസ്തവത്തിൽ. അതാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അവരെന്നെ ക്രിസ്തുവായി കാണണമെന്നാണ്. അങ്ങനെ ക്രിസ്തുവിനെ കാണണമെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടും കാണുന്നവരിലൊക്കെ കുറവുള്ളവരെയും പിശാചിനെയും നമ്മൾ കാണുകയാണ്. എല്ലാവർക്കും പിശാചാണ്. ഒരിക്കലും ഒരു ധ്യാനഗുരു ഒരിടത്ത് പറയുന്നത് കേട്ടു, ചില ആളുകളെ കാണുമ്പോൾ ഉടലിൻ്റെ വശത്ത് നിന്ന് മഞ്ഞയായിട്ടാണ് കാണുന്നത് അത്രേ, അവർക്കൊക്കെ പിശാചാണത്രേ. പൈശാചിക തിന്മകളാണ് ലോകത്ത് മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിലേക്കല്ല നിങ്ങളുടെ കണ്ണുകൾ, ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ നിങ്ങൾക്ക് ഇപ്പോഴും ദർശിക്കാൻ കഴിയുന്നില്ലെന്നാണ്. യേശു സർവ്വസൃഷ്ട പ്രപഞ്ചത്തിനെ നാഥനായി വിരാജിക്കുകയാണ്. അവിടെ നിന്നാണ് ലോകാദിനാഥൻ. അവിടുത്തെ കാണാതെ കാണുന്നിടത്തൊക്കെ ചെകുത്താനെയാണ് കാണുന്നതെങ്കിൽ, തോൽപ്പിക്കപ്പെട്ട പിശാചിനെ ഇപ്പോഴും നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു പെശക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നത് ദൈവത്തെ കാണാനല്ല, പിശാചിനെ കാണാനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആളുകൾ ദേഷ്യം വരുമ്പോൾ, കോപിക്കുമ്പോൾ അവർ കറുത്ത നിറമുള്ളവരായിട്ട് മാറും, ഫേസൊക്കെ കറക്കും. ആദ്യകാലങ്ങളിൽ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് ചെകുത്താൻ കൂടുന്നതെന്നാണ്. കാരണം ദേഷ്യം വന്നു കഴിയുമ്പോൾ പറയണ വാക്കുകൾക്ക് പഴയതുപോലെയുള്ള സ്ഥിരതയല്ല, ഭയങ്കര മൂർച്ചയും ബലമൊക്കെ വരും. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചെകുത്താൻ കൂടിയിട്ട് തന്നെ ആവണം. പിന്നീട് വൈദ്യശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മുടെ അകത്ത് അഡ്രിനാലിൻ എന്നൊരു ഗ്രന്ഥിയുണ്ട്. അഡ്രിനാലിൻ എന്ന് പറയുന്നൊരു സ്രവം പുറപ്പെടുവിക്കും. അത് ദേഷ്യം വരുന്ന സമയത്തൊക്കെ നമ്മിലേക്ക് വരും. അതാണ് ശരീരം വിറയ്ക്കുകയും മുഖമൊക്കെ കറുത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻസൈം നമ്മിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കുഴപ്പമുണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാതെ ഈ മുഖം കറുത്തു പോകുന്നയാൾ ചെകുത്താനാണെന്നും അയാൾക്ക് പിശാചുബാധയാണെന്നും നമ്മൾ വിധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറയേണ്ടായി, ഭർത്താവ് ദേഷ്യം വരുമ്പോൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു, അതുകൊണ്ട് അയാൾക്ക് പിശാചാണത്രേ. എങ്ങനെയാണ് ഈ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത്? അതിൻ്റെ കാരണം അബോധ മനസ്സാണ്. നമ്മുടെ അബോധത്തിൽ കോപത്തെക്കുറിച്ചും കലഹത്തെക്കുറിച്ചും ജയിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ കോപിക്കുമ്പോൾ എങ്ങനെയാകണം എന്നത് അയാളുടെ അകത്ത് നിക്ഷിപ്തമായിട്ടുണ്ട്. ഇങ്ങനെ ബാല്യകാലത്ത് മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ കോപിക്കുന്നത് കണ്ട് വളർന്നിട്ടുള്ള ഒരാൾ കോപിക്കുമ്പോൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും.
ഇങ്ങനൊരു ഇമിറ്റേറ്റിംഗ് പ്രോസസ്സ് അബോധ മനസ്സിലുണ്ട്. ഒരിക്കലും ഒരു സഹോദരൻ, വളരെ സാധുവായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ അമ്മയുമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഈ അമ്മയുമായി സംസാരിക്കുന്നതിനിടയിൽ ഞാനുള്ളത് ഇദ്ദേഹം അപ്പോൾ കണക്കാക്കുന്നില്ല. എന്നോട് വളരെ ഭക്തിയും സ്നേഹവും ഒക്കെ ഉള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം അമ്മയോട് കോപിക്കുമ്പോൾ പരിസരം മറന്ന്, എന്നെയും മറന്ന് അമ്മയുടെ തോളിൽ തട്ടി ക്രൂരമായി ഭയങ്കര ശബ്ദമുയർത്തി ഷൗട്ട് ചെയ്യുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തോന്നുന്നത് ചെകുത്താനാണെന്നാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റി അമ്മായി ഇതേ സ്വഭാവമുള്ള ആളാണ്. ബാല്യകാലം മുതൽ അവരുടെ ഒരു പെറ്റായിട്ടാണ് ഇവൻ വളർന്നത്. അതുകൊണ്ട് കോപിക്കുമ്പോഴൊക്കെ ഈ അമ്മായിയുടെ രൂപം ഇയാൾ ധരിക്കും. ഇപ്പോൾ കണ്ടാൽ തോന്നും ചെകുത്താനാണെന്ന്. മരിച്ചു പോയവരാണെങ്കിൽ ആത്മാവ് കൂടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ അകത്ത് ഒരു സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട് അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും കിടക്കുന്ന പഴയ ഓർമ്മകളാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, ബോധ മനസ്സല്ല. അതുകൊണ്ട് ബോധപൂർവം നല്ല വാക്ക് പറയും, സ്നേഹപൂർവ്വം പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളുകൾ കോപിക്കുമ്പോൾ ഇങ്ങനെ വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കാം. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയാൾക്ക് ചെകുത്താൻ കൂടിയതാണെന്നാണ്. അങ്ങനെ എത്രയോ പേരിൽ നമ്മൾ ചെകുത്താനെ കണ്ടിരിക്കുന്നു. നിനക്ക് പിശാചാണെന്ന് എത്രയോ പേരിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യേശുവിനെ തന്നെ യഹൂദർ വിളിച്ചത് ഇവന് ബേൽസബൂൽ ബാധയുണ്ടെന്നാണ്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരാണ് തിന്മ ചെയ്യുന്നത്. വാസ്തവത്തിൽ നമ്മൾ അപരനെ ഇങ്ങനെ വിധിക്കുകയും അപരന് ചെകുത്താനാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് തിന്മ ദർശിക്കാനുള്ള പ്രവണതയുണ്ടെന്ന് കാണണം. കർത്താവിൻ്റെ കണ്ണുകൾ നമുക്ക് നഷ്ടമായി പോകുന്നു. അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്, ഇങ്ങനെയാണോ മറ്റുള്ളവരെ നമ്മൾ കാണുന്നത്? ഇനി വേറെ കുറേ ആളുകളെ കാണുമ്പോൾ അവരൊക്കെ പാപം ചെയ്യുന്നവരും കുറവുള്ളവരായിട്ട് നമ്മൾ കാണും. ലോകത്ത് മുഴുവനും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരോ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ അല്ല. ലോകത്തിൻ്റെ ഒരു സാമാന്യ പ്രവണതയിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. നൃത്തങ്ങളെയും ഒക്കെ അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഭാരതത്തിലുള്ളത് ഭരതനാട്യമാണ്, അല്ലെങ്കിൽ മോഹിനിയാട്ടമാണ്. ഈ നൃത്തം കാണുമ്പോൾ ഇതൊക്കെ പിശാചിനുള്ള ആരാധനയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാലോ? കലാരൂപങ്ങളൊക്കെ ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ സംസ്കാരമായി ചേർന്ന് അവിടുത്തെ മതദർശനങ്ങളുമായിട്ടൊക്കെ ചേർന്നാണ്. അങ്ങനെ മതദർശനങ്ങളുമായി ചേർന്നും ആചാരങ്ങളുമായും സംസ്കാരവുമായി ചേർന്നുണ്ടായ കലാരൂപങ്ങളിലൊക്കെ ദേവസ്തുതികളുണ്ടാകാം. നമ്മൾ അവയിൽ നിന്ന് സ്വീകരിക്കേണ്ടത് അതിൻ്റെ സാഹിത്യത്തെയാണ്, അതിൻ്റെ കലാമൂല്യത്തെയാണ്. അതിനു പകരം നമ്മൾ അതൊക്കെ ചെകുത്താൻ്റെ ആണെന്ന് പറഞ്ഞാലോ? ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ഇതെല്ലാം നമ്മൾ വചനപ്രകാരം ആകണമെന്ന് വാശി പിടിക്കുന്നവരാണ്. ഇപ്പോൾ ഒരിടയ്ക്ക് വീഡിയോയുടെ കമൻ്റായിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മുടി നീട്ടി വളർത്തരുതെന്ന് പറഞ്ഞു. മുടി നീട്ടി വളർത്തുന്നത് എന്താണ്, ഏത് സാഹചര്യത്തിലാണ് പൗലോസ്ലീഹ അത് പറയുന്നത്, എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ അതിനെ എതിർത്തത് എന്നൊക്കെ നാം പരിശോധിക്കേണ്ട വിഷയമാണ്. വചനത്തെ നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന മട്ടിലല്ല കാണേണ്ടത്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് കാണണം. ഇപ്പോൾ മുടി വളർത്തുന്നതിനെക്കുറിച്ച് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പറയണമെന്ന് വിചാരിക്കേണ്ട. മുടി വളർത്തുന്നതിൻ്റെ പുറകിൽ നമ്മൾ എന്ത് ഭാവമാണ് എടുത്തിട്ടുള്ളത്, എന്ത് മനോഭാവത്തോടെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ തിരികത്തിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിലാണെങ്കിലും ഹൃദയത്തിനകത്ത് കാര്യം നേടാനും പണം നേടാനും ആണെങ്കിൽ നമ്മളപ്പോൾ ആരാധിക്കുന്ന ക്രിസ്തുവിനെ അല്ല, നമ്മൾ വണങ്ങുന്ന ക്രിസ്തുവിനെ അല്ല. പരിശുദ്ധമയുള്ള മാധ്യസ്ഥ അപേക്ഷിക്കുന്ന നമ്മൾ ഉള്ളുകൊണ്ട് ഒരു സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി, ഒരുപക്ഷെ ഒരു ശുപാർശ നിറവേറി കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലോ? മോഷണത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുവന് കിട്ടേണ്ട സീറ്റ് അടിച്ചു മാറ്റി സ്വന്തം കുട്ടിക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശുപാർശയ്ക്ക് പോകുന്നത്. ആ ശുപാർശ നിറവേറി കിട്ടണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ വിശുദ്ധനോടോ പരിശുദ്ധമ്മയോടോ പ്രാർത്ഥിക്കുന്നത് ഈ കളവിനൊന്ന് കൂട്ടുനിൽക്കണമെന്നാണ്. നേരായ മാർഗത്തിൽ കിട്ടേണ്ട ഒരു കാര്യത്തിനല്ലല്ലോ നമ്മൾ പോകുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കാതെ പരീക്ഷ എഴുതി വിജയിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ പറയുന്നത് ഈ പേപ്പർ നോക്കുന്നയാളുടെ കണ്ണ് കാണാതിരിക്കണമെന്നാണ്. എന്നിട്ട് എൻ്റെ കുറവ് മറച്ചു വെച്ച് എന്നെ രക്ഷിക്കണമെന്നാണ്. നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവത്തിൽ നിന്നേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റും. അതുകൊണ്ട് അവരിൽ പിശാചിനെ കാണുന്നതോ അവരിൽ തെറ്റുകൾ കണ്ടുപിടിക്കുന്നതോ വലിയ കാര്യമായിട്ട് കരുതരുത്. അതിനകത്ത് ഇങ്ങനൊരു പിഴവുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. മറ്റുള്ളവരെല്ലാം പാപികളാണ്, ലോകത്തുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ്? ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ആളാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ ദൈവസന്നിധിയിലാണ്, ബാക്കിയൊക്കെ നശിച്ചു പോകുമെന്നാണ്. നമുക്ക് അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. നിങ്ങൾ സുവിശേഷം നോക്കിയാൽ മതി. അവിടെ വേശ്യകളുടെ കൂടെയാണ് കർത്താവ്, ചുങ്കക്കാരുടെ കൂടെയാണ് കർത്താവ്, അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു, പാപികളോടൊത്ത് വസിക്കുന്നു. കണ്ടു നിന്ന് യഹൂദർക്ക് തോന്നിയത് ഇവൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഇവൻ ദൈവത്തിന് ചേർന്ന പ്രവൃത്തിയാണോ? അതുകൊണ്ട് ഇവൻ ദൈവദോഷകനാണെന്നാണ് അവർ കരുതിയത്. വാസ്തവത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് രോഗികളെ നേടാനാണ്, പാപികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നത്, പരിശുദ്ധരെ തേടിയല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ലോകത്ത് മുഴുവൻ പാപമാണെന്നും ലോകത്തെ മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും മോശമാണെന്നും പറയാനല്ല. ഒരു കാലത്ത് ഇൻ്റർനെറ്റിനെ ആയിരുന്നു കുറ്റം പറഞ്ഞിരുന്നത്. ഇൻ്റർനെറ്റിലൂടെ മുഴുവൻ തിന്മ പ്രചരിക്കുകയാണത്രേ.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാപമെന്ന് പറയുന്നതിന് അന്നും ഇന്നും ഒരു രൂപമേ ഉള്ളൂ. ഹവ്വ തെറ്റിലേക്ക് വീണത് എങ്ങനെയാ? ഈ പഴം കണ്ണിന് കൗതുകകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം എന്ന് കണ്ടവൾ അത് പറിച്ചു തന്നു. ഇതേ തിന്മ തന്നെയാണ് പിന്നീടും ലോകത്ത് നടന്നുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിന് ശേഷം ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ മൂന്നുമാണ് മനുഷ്യനിൽ പാപം ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് അന്നും ഇന്നും പാപഹേതുക്കളായി വരുന്നതും പാപത്തിന് പ്രേരകമാകുന്നതും ഒരേ സാഹചര്യങ്ങളാണ്. സ്പീഡും വെലോസിറ്റിയൊക്കെ മാറിയിട്ടുണ്ട്, പഴയതുപോലെ അല്ല. എന്ന് വെച്ച് നമ്മൾ ചുറ്റുപാടുമുള്ള വസ്തുക്കളിലേക്കല്ല കാണേണ്ടത്. ഇൻ്റർനെറ്റ് വന്നത് വളരെ മോശമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, മീഡിയ മോശമാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ കൊറോണ വന്ന സമയത്ത് വിശുദ്ധ കുർബാന കാട്ടിയത് ഏത് മീഡിയയിലൂടെയാണ്? ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ പ്രചരിച്ചത്. സുവിശേഷം എത്രയോ സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെ പ്രഘോഷിക്കുന്നു. ഇൻ്റർനെറ്റ് മുഴുവൻ പാപകരമാണ്, അങ്ങോട്ട് നോക്കരുത്. ചില ആളുകളൊക്കെ പറയുന്ന കാര്യമുണ്ട്, നോമ്പ് കാലത്ത് ഞാൻ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കട്ട് ചെയ്ത് കളയുന്നു. നോമ്പ് കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും കട്ട് ചെയ്തിട്ട് നോമ്പ് കഴിയുമ്പോൾ തുറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ എന്താ നമ്മുടെ മനോഭാവം? ലോകം മുഴുവൻ തെറ്റിലാണെന്ന് പറയുന്നതോ അന്ധകാരത്തിലാണെന്ന് പറയുന്നതോ അല്ല ആത്മീയമായ കടമ. പ്രകാശമായി മാറാൻ പറ്റുമെന്നാ? നിനക്ക് പ്രകാശിക്കാൻ പറ്റുമോ? നീ വിളക്കാണ്, കരിന്തിരി കത്തിക്കൊണ്ട് ലോകത്ത് മുഴുവൻ ഇരുട്ടാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? നീ ഒന്ന് പ്രകാശിക്ക്, നിന്റെ ഒരു പ്രകാശം മറ്റുള്ളവരിലേക്ക് വീഴട്ടെ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, 100 കുറവുകളോടെയും പോരായ്മകളോടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്ക് തന്നെ എൻ്റെ പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ബോധ്യമില്ലാത്തവയും ഇനി ഉണ്ടാകാം. ബോധ്യമുള്ളവ പോലും മറികടക്കാനായിട്ട് കഠിനമായി പ്രയത്നിച്ചിട്ട് നടക്കാതെ പോയ നിരവധി സാഹചര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ ഒന്നു മാത്രമാണ് മോചനം നേടാൻ പറ്റുക. ബലഹീനതയുടെ സമയത്ത് വിശുദ്ധ പൗലോസ് കർത്താവിനോട് പരാതി പറയുന്നുണ്ട്. കൊറിന്ത്യർ ലേഖനത്തിൽ 2 കൊറിന്ത്യർ ലേഖനത്തിൽ നമുക്കത് കാണാം, 9-ാം വചനത്തിൽ. കർത്താവ് പറഞ്ഞെന്താ? നിനക്കെൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുന്നത്. അങ്ങനെ ബലഹീനതയിൽ വെളിപ്പെടുന്ന കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്നും കർത്താവ് ഇടപെടുമെന്നും വിചാരിക്കാതെ ലോകത്ത് മുഴുവൻ തിന്മയാണ് എന്ന് നാം പറയുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, മറ്റൊരാളിൽ ഒരു തിന്മയോ പാപമോ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് അയാളുടെ കുറവാണോ നിങ്ങളുടെ കുറവാണോ? വ്യക്തിപരമായെന്ന് ആലോചിക്കുക. പുളി തിന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് പുളിയെ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നത്? നിങ്ങൾ നേരത്തെ പുളി തിന്നിട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് പാപം 4 തരത്തിലുണ്ട്: വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ഉപേക്ഷയിൽ. വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉപേക്ഷയിലോ ഏത് നിലവാരത്തിലാണെങ്കിലും പാപം തന്നെയാണ്. പാപം ക്രിസ്തുവിൽ നിന്നുള്ള അകലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ വ്യഭിചാരിയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ വ്യഭിചാരമെന്നത് ഒരു ചിന്തയായെങ്കിലും നിങ്ങളുടെ അകത്തുണ്ട്. വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉപേക്ഷയിലോ എവിടെയെങ്കിലും ഈ തിന്മ നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ് തിന്മ പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. ഞാനൊരിക്കൽ ക്രിസ്മസ് കാലയളവിൽ ഒരു കടയിൽ കയറി, കുട്ടികൾക്ക് വേണ്ടി കാർഡ് വാങ്ങാൻ കയറിയതാണ്. അങ്ങനെ കാർഡ് വാങ്ങാൻ കയറിയപ്പോൾ ഒരു കുട്ടി ഒരു കാർഡ് മോഷ്ടിക്കുന്നു. എൻ്റെ കണ്ണിലത് പെട്ടു. ഞാൻ നല്ലൊരു കള്ളനായതുകൊണ്ടാണ്. എൻ്റെ കണ്ണിലത് പെട്ടു. ഞാൻ അവൻ്റെ കയ്യിൽ കയറിയും തൊട്ടു. അവന് കാര്യം മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അവൻ വേഗം കടയിൽ നിന്ന് പോയി. ഇതിനുശേഷം ഞാൻ കടയിൽ നിന്ന് കാർഡുകൾ വാങ്ങി. 1 രൂപ വിലയുള്ള കാർഡുകളാണ്, കുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള കാർഡുകളാണ്. അതൊക്കെ വാങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ ഒരു വലിയ തിന്മ ചെയ്തു. നിന്റെ മുൻപിൽ ഒരാൾ ബലഹീനനായി കാണപ്പെട്ടു, നീ അവനൊരു കള്ളനാക്കി. എനിക്ക് വളരെ എളുപ്പത്തിൽ ആ കുട്ടിയെ മോചിപ്പിക്കാമായിരുന്നു എന്നാണ് കർത്താവിനോട് പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ, ഒരിക്കലും മോഷ്ടിക്കാൻ ഇടയാകാത്ത വിധം അവനെ നിയന്ത്രിക്കാവുന്ന ഒരു നന്മ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്തില്ല. അവനേക്കാൾ കൂടുതൽ ശിക്ഷാർഹൻ ഞാനാണ്. ഞാൻ അവനോട് ചവിട്ടി പറഞ്ഞാൽ മതിയായിരുന്നു, മോനെ എത്ര കാർഡ് വേണമെങ്കിലും എടുത്തോ, ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. 1 രൂപ വിലയുള്ള കാർഡാണ്. ആ ഒരു കാർഡ് എടുക്കാൻ പോയ കുട്ടിയെ ജീവിതത്തിൽ എന്നേക്കും ഇതിനേക്കാൾ സൂക്ഷ്മമായി മോഷ്ടിക്കാനുള്ള ഒരുവനാക്കി ഞാൻ മാറ്റിയെന്നാണ് യാഥാർത്ഥ്യം. ചുരറ്റം പ്രിയപ്പെട്ടവരെ, അവരിൽ കുറ്റം കാണുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ അകത്ത് കുറ്റമുള്ളത് കൊണ്ടാണ്, നമ്മുടെ അകത്ത് കുറവുള്ളത് കൊണ്ടാണ്. നാം കാണുന്ന കുറവുകളൊക്കെ നമ്മുടെ അകത്തുള്ളതാണ്. അതുകൊണ്ട് ലോകം പാപമയമാണെന്ന് പറയുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ട്, പാപകരമായ ഒന്ന് എന്നിലുള്ളത് കൊണ്ടാണ് ലോകം മുഴുവൻ പാപകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇൻ്റർനെറ്റ് ഗുണവും ദോഷമുള്ളതാണ്. ഉപയോഗം പോലെ ഇരിക്കും. കത്തി നല്ലതാണ്, അത് കറിക്കും അറിയാം, മറ്റുള്ളവരെ കുത്താനും ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. അവിടുന്ന് പറയുന്നുണ്ടല്ലോ, അഗ്നിയും ജലവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, വേണ്ടത് തിരഞ്ഞെടുക്കാം, നിനക്ക് യുക്തമായി തിരഞ്ഞെടുക്കാം. നീ തിരഞ്ഞെടുക്കുന്ന ഏതാണെന്നാണ് നിന്റെ സംബന്ധിച്ച വിധിയുടെ കാര്യം. അതുകൊണ്ട് നമ്മുടെ അകത്ത് തിന്മയുള്ളത് മറ്റുള്ളവരിൽ കാണുകയാണ് യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഒരു തിന്മ കാണുമ്പോൾ എന്ന് നാം ആലോചിക്കണം. ഒരു സ്ത്രീ വികാരിച്ചൻ്റെ മേടയിലേക്ക് പോകുന്നു. താഴെ ഒരു ചേട്ടൻ ഇരിക്കുകയാണ്. ഈ ചേട്ടൻ കാത്തിരിക്കുന്നത് ഈ സ്ത്രീ തിരിച്ചു പോകാനാണ്. അച്ഛൻ്റെ മേടയിലേക്ക് ഇങ്ങനെ പോകേണ്ടതുണ്ടോ, ഈ പോയതെന്തിനാണ് എന്ന് ഊഹിക്കുകയാണ് അയാൾ അവിടെ ഇരുന്ന്. വാസ്തവത്തിൽ
ആ സ്ത്രീ അവരുടെ കാര്യം നോക്കിപ്പോയതാണ്. ഇദ്ദേഹത്തിനെ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നോക്കും. എവിടെയും ആളുകളെ കണ്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു മതിൽ പൊക്കിക്കെട്ടിയാൽ എത്തി നോക്കുക നമ്മുടെ സ്വഭാവമാണ്. അതിനകത്ത് എന്തോ രഹസ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. എവിടെയെങ്കിലും ഒരു വാതിൽ ഇച്ചിരി ഒന്ന് തുറന്നു കിടക്കണം കണ്ടാലോ അതിനിടയിലൂടെ തലയിട്ട് നമ്മൾ നോക്കും, എന്താ അകത്ത് നടക്കണമെന്ന് അറിയാനാ. ഈ ജിജ്ഞാസ തിന്മ കാണാനുള്ള പ്രവണതയാണ്, എവിടെയെങ്കിലും കുറവ് കാണാനുള്ള പ്രവണതയാണ്. മക്കളിലിങ്ങനെ നോക്കുന്നവരുണ്ട്, അവൻ പള്ളിയിൽ പോകുന്നില്ല, വിശ്വസിക്കുന്നില്ല, അവനെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ നോക്കി യഥാർത്ഥത്തിൽ ഇയാളെ പുറത്താക്കാൻ നമ്മൾ ചെയ്യണേ, നമ്മൾ അയാളെ നന്നാക്കല്ല ചെയ്യണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെറ്റ് ചെയ്യുന്നവനൊക്കെ കൈവിടുന്നൊരു ദൈവമല്ല, തെറ്റ് ചെയ്യുന്നവനെയൊക്കെ സ്നേഹത്തോടെ അണയ്ക്കുന്ന ഒരുവനാണ് ക്രിസ്തുവിൽ നമ്മൾ കണ്ടത്. അവൻ ആരെയും തള്ളിക്കളഞ്ഞില്ല. കള്ളനോട് പറഞ്ഞത് ഇന്ന് നീ പർദീസയിലായിരിക്കുന്ന, അവനോട് നീ കള്ളനല്ലേ, നിനക്ക് അർഹത നരകമാണെന്നല്ല അവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, അവരെല്ലാം തെറ്റുകൾ കാണാനായിട്ട് നമുക്ക് തോന്നുമ്പോൾ ആ കണ്ണുകൾക്ക് ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, തിന്മ നമ്മുടെ കണ്ണുകളെ വഞ്ചിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് മറ്റുള്ളവർ പാപം ആരോപിക്കാനുള്ള, ലോകം മുഴുവൻ അന്ധകാരത്തിലാണെന്നും ലോകത്തുള്ള പുരോഗമനങ്ങളൊക്കെ നാശമാണെന്നും പഠിപ്പിക്കുന്ന ഒരു ചിന്ത നമ്മുടെ അകത്ത് കയറിക്കൂടുന്നുവെങ്കിൽ നാം നമ്മിലേക്ക് നോക്കുന്നില്ല എന്നാണ് അർത്ഥം. നമ്മിലേക്കാണ് നോക്കേണ്ടത്. പുറത്ത് കാണുന്നതൊക്കെ അകത്തുണ്ടോ എന്ന പരിശോധന നിരന്തരം ഉണ്ടാകണം. മർക്കോസ് സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ 13 തിന്മകളാണ് അകത്തുള്ളത് പറയുക. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം ആദിയായ 13 തിന്മകൾ അകത്തുണ്ട്. അകത്തുള്ള തിന്മകളെ തിരിച്ചറിയാതെ, അവനവനെ തന്നെ പരിശോധിക്കാതെ, വചനമാകുന്ന തൂക്കുകെട്ട് ഉപയോഗിച്ച് അവനവനെ തന്നെ അളന്നു നോക്കാതെ, എൻ്റെ കുറവുകളെ പ്രതി എൻ്റെ പിഴ അടിക്കാതെ മറ്റുള്ളവരുടെ പുറത്ത് പിഴ അടിക്കുന്ന ഈ സ്വഭാവം യഥാർത്ഥത്തിൽ ആത്മീയതയുടെ ലക്ഷണമല്ല, ആത്മീയതയ്ക്ക് വിരുദ്ധമായ ഒരു പ്രലോഭനമാണ്. തിരിച്ചറിയാൻ പറ്റണം. ഇനി മറ്റുള്ള വൈകല്യങ്ങളും കുറവുകളൊക്കെ കാണും. പലരും പല സാഹചര്യങ്ങളിൽ ജീവിച്ചവരാ. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ഒരു അവമതിപ്പാണ്. ഇവരൊക്കെ കുറവുള്ളവരാണ്, നമ്മൾ കുലീനരാണല്ലോ, തറവാടികൾ, പാരമ്പര്യമുള്ളവർ. നമ്മുടെ പാരമ്പര്യം എന്താ? തോമാസ് ശ്ലീഹയുടെ പാരമ്പര്യം, ശ്ലീഹാന്മാരുടെ പാരമ്പര്യം. നമ്മുടെ പ്രവൃത്തി എങ്ങനെയാ? ഈ ശ്ലീഹാന്മാരെയൊക്കെ അനുകരിക്കുന്നതാണോ നിഷേധിക്കുന്നതാണോ? പള്ളിയിൽ അച്ഛനെ കാണുമ്പോൾ വലിയ ബഹുമാനമാണ്, മക്കളെ പള്ളിയിൽ അച്ഛനാക്കുമോ? അത് പറ്റില്ല. അതെന്താ? അത് ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ്. വീട്ടിലൊരു കൊച്ച് കന്യാസ്ത്രീ ആകാനോ അച്ഛനാകാനോ തുനിയുമ്പോൾ വീട്ടുകാർ പറയണത് എന്താ? ബുദ്ധിപൂർവ്വം പെരുമാറ്, ഇങ്ങനെയൊന്നും പെരുമാറല്ലേ എന്നാ. അതായത് ഇവർ കാണിച്ച വിഡ്ഢിത്തം. ഇവരുടെ മുമ്പിൽ പോയാൽ കുമ്പിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നത്, കാര്യം നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിശുദ്ധാത്മാക്കളെന്ന് ഒന്ന് നോക്കിയേ. ഈ വിശുദ്ധാത്മാക്കളൊക്കെ മനുഷ്യബുദ്ധിയിൽ എന്തെങ്കിലും ബുദ്ധിയുള്ളവരാണോ? സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ വിവരദോഷികളല്ലേ അവർ. പ്രഭു ആയിരുന്ന മിസ്റ്റർ ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ദരിദ്രനായി തെണ്ടിയായി ജീവിക്കുന്നു. ഈ തെണ്ടിയാണോ നിങ്ങൾ അനുകരിക്കുന്നത്? അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിനകത്ത് വെച്ചിട്ടുള്ളത്, അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ യാഥാർത്ഥ്യമുള്ളവരായിട്ട് മാറണം. വിശുദ്ധാത്മാക്കളെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ അമ്മയുടെ സ്വഭാവം എന്തെങ്കിലും കാണിക്കണം. അവൾ പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുവിനെന്നാണ്. അവൾ പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുവിനെന്നാണ്. നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അവനെ കൊണ്ട് ചെയ്യിക്കുന്ന. യഥാർത്ഥത്തിൽ നിഷേധഭാവമാണ് നമ്മുടേത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് നമ്മൾ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണെന്നും വിശുദ്ധരൊക്കെ സഹോദരങ്ങളാണെന്നും ഞങ്ങളൊക്കെ നല്ലവരാണെന്നും ബാക്കിയുള്ളവരൊക്കെ കൊള്ളൂരത്തവരാണെന്നും വിധിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഒരു നിഷേധ പ്രയോഗമാണ്. ഇത് നമ്മുടെ കുറവാണ്. എൻ്റെ തിന്മകളെ ഞാൻ മൂടി വയ്ക്കുന്നത് കൊണ്ട്, ആ തിന്മകൾ എൻ്റെ കണ്ണിനെ അന്ധമാക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിൽ ഞാൻ തിന്മകൾ കാണാൻ തുടങ്ങുന്നത്. ഇനി വൈരൂപ്യമുള്ളവർ നമ്മളെങ്ങനെയാ? നമുക്ക് എപ്പോഴും ഇഷ്ടം ആരെയാ? വെളുത്തവർ, ശ്രേഷ്ഠരെന്ന് കരുതുന്നവർ, സമൂഹത്തിൽ ഉന്നതർ. അവരോടൊക്കെ നമുക്ക് എന്ത് സ്നേഹ. നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ഔദാര്യമാണ്, അനുകമ്പയാണ്, പാവങ്ങൾ എന്നാ പറയണേ. നിങ്ങൾ ഓർത്ത് നോക്കണം, വഴിയരികെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന മുറിവേറ്റ് ഒരുവനെ നിങ്ങൾ കാണുമ്പോൾ പാവം ഭിക്ഷക്കാരൻ ഓർത്ത് പണം അറിയുന്നില്ലേ? അവൻ ചോദിച്ചത് ധർമ്മമാണ്. അവൻ ചോദിച്ചത് പണമല്ല, ധർമ്മം തായോ എന്നാ പറഞ്ഞേ. ധർമ്മം എന്ന് വെച്ചാൽ നിന്റെ ധർമ്മം ജീവിതം കൊടുക്കലാണ്, സ്നേഹം കൊടുക്കലാണ്. നമ്മൾ സൂത്രത്തിന് അനുകമ്പയാക്കിയതിനെ മാറ്റരുത്. അത് കേവല അനുകമ്പയല്ല. അനുകമ്പ യഥാർത്ഥത്തിൽ അരുൾ എന്ന് പറയും. അരുൾ എന്ന് വെച്ചാൽ കരുണയാണ്. അരുളുള്ളവനാണ് ജീവി എന്ന് ശ്രീനാരായണൂർ പറയുന്നുണ്ട്. അരുൾ എന്ന് വെച്ചാൽ കൃപ വഴിയുണ്ടാകുന്നതാ, കരുണയാണ്. ആ കരുണ എന്ന് വെച്ചാൽ എന്താ? അവരനെ തുല്യമായി കാണുക എന്നുള്ളതാണ്. അവനും ഞാനും ഒന്നെന്ന് കാണാൻ പറ്റണം, അവനിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റണം. വഴിയരിയിരിക്കുന്ന ഒരു അന്ധയാചകനെ കാണുമ്പോൾ, ഒരു ഭിക്ഷാടകനായി എല്ലാവരും തള്ളിയ, ആരൊക്കെ തള്ളി ഒരുത്തനായിട്ടല്ല കാണേണ്ടത്. നീ തള്ളിയ ഒരുവൻ, നീ തള്ളിയതാ, അല്ലാതെ വല്ലവരും ആണെന്ന് വിചാരിക്കണ്ട. നീ ആയിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യണേ. നീ മറ്റുള്ളവരെ വിധിക്കുന്നു, പക്ഷേ നീ അതേ പ്രവർത്തികൾ തന്നെ ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തിരിച്ചറിയണം, ഈ വൈകല്യങ്ങളും കുറവുകളും പോരായ്മകളും ഒക്കെ മറ്റുള്ളവരിൽ കണ്ട് ആക്ഷേപിക്കുമ്പോൾ, അവരെയൊക്കെ താഴ്ന്നവരായിട്ട് കാണുമ്പോൾ, നീ അധികം മേന്മയുള്ളവനാണെന്ന് വിചാരിക്കുമ്പോൾ ആത്മീയമായി ഏറ്റവും തകർച്ചയുടെ വക്കിലാണ്. തിരിച്ചറിയണം.
ഞാനിത് പറഞ്ഞത് നിങ്ങളെ കുറ്റം പറയാനല്ല, കേൾക്കുന്നവരൊക്കെ മോശക്കാരാണെന്ന നിലയ്ക്കല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ മനോഭാവത്തിനകത്തെ വൈകൃതങ്ങളാണ് ഞാൻ പറയണേ. വിശ്വാസത്തിനെതിരായ നമ്മെ പ്രലോഭിപ്പിക്കുന്ന ഇത്തരം തിന്മകളിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് മാത്രമേ അവരെ നമുക്ക് കാണാൻ പറ്റൂ, സ്നേഹിക്കാൻ പറ്റൂ. അതുകൊണ്ട് ക്രിസ്തുവിൽ എല്ലാവരെയും കാണാൻ പറ്റണം, യേശുവിൽ എല്ലാവരും സ്നേഹിക്കാൻ പറ്റണം. യേശുവിനെ മറ്റുള്ളവർ കാണാൻ കഴിയാത്ത കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് കണ്ണിന് കാഴ്ചയുണ്ടാകാൻ വെളിപാട് പുസ്തകം പറയുന്നത് പോലെ നീ അഞ്ജനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക, എന്നിട്ട് കണ്ണ് തെളിയിക്കുക. കണ്ണ് തെളിയിക്കുമ്പോൾ നിനക്ക് കാണാൻ പറ്റും നീ കുറ്റം വിധിച്ച അനേകർ വളരെ നല്ലവരായിരുന്നു. മരണശേഷം നമ്മളെല്ലാവരെയും പറയും നല്ലവരായിരുന്നു എന്ന്. ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റണം. മറ്റുള്ളവരെ അപമാനിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വൈകൃതം മറയ്ക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവരെ മനോരോഗികളായി ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്ഥിരതയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ലോകത്ത് മറ്റുള്ളവരെ തിന്മ വിധിക്കുമ്പോൾ, മറ്റുള്ളവരിലുള്ള തിന്മകൾ കാണുമ്പോൾ തിരിച്ചറിയണം അതെൻ്റെ കുറവാണ്, എൻ്റെ പിഴ. അങ്ങനെ എന്നിലുള്ള ഞാനല്ലാത്ത ഞാനാണ് ഈ കാണുന്നവരൊക്കെ. അതുകൊണ്ട് ലോകത്തുള്ള പ്രശ്നങ്ങളൊക്കെ എൻ്റെയാണെന്നും അതെൻ്റെ പിഴയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ പറ്റുക. യേശുവിനെ കാണാൻ പറ്റണം. പാപികളോടുകൂടെ എണ്ണപ്പെട്ടൊരുവൻ, പരമപരിശുദ്ധനായൊരുവൻ. യേശയ്യാപ്രവചനം പറയുന്നില്ലേ, അവനെ കുരിശിൽ തറയ്ക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചത് അവൻ ചെയ്ത തെറ്റുകൾക്കാണ് അവൻ കുരിശിലേറുന്നതെന്നാണ്. നമുക്ക് ആരുടെയും ഹൃദയം അറിയില്ല, ആരുടെയും മനോഭാവം അറിയില്ല, ആരെയും വിധിക്കാൻ നമുക്കാവില്ല. അവരും ദൈവവുമായി ഏതു തരത്തിലാണ് ബന്ധമെന്നറിയാൻ പറ്റില്ല. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഈ ചെറിയവരിൽ ഒരുവനെയും അപമാനിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ അവരുടെ മാലാഖമാർ തിരുമുഖം ദർശിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരെ വിധിച്ച് നാം വീഴാതിരിക്കാൻ ഇടയാകട്ടെ. നമുക്ക് മറ്റുള്ളവരെ നന്മയായിട്ട് കാണാം, ലോകത്തുള്ളതൊക്കെ നന്മയായിട്ട് കാണാം. നന്മയുടെ വഴിയിലൂടെ നമുക്ക് ചരിക്കാം. നമുക്ക് നമ്മുടെ വിളക്കിനെ കത്തിച്ചു വയ്ക്കാം ക്രിസ്തുവിൽ. യേശുവാകുന്ന പ്രകാശം നമ്മിൽ ഉണ്ടാകുമ്പോൾ ലോകം മുഴുവനും പ്രകാശത്തിലാകും. ഒരാൾ മതി, ഒരേ ഒരാൾ, നിങ്ങളാണ് ആ ഒരാൾ. ആ ഒരു ബോധ്യമുണ്ടാകട്ടെ. മറ്റുള്ളവരിലേക്ക് കുറ്റം നോക്കി കണ്ണുതിരിക്കുന്നതിന് പകരം അവനവനിലേക്ക് നോക്കി ആത്മാനുതാപത്തിൻ്റെ വഴിയിലൂടെ ചരിക്കാം. ആത്മാനുതാപമാണ് ക്രിസ്തുവിലേക്ക് പോകാൻ എളുപ്പമാർഗം. നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ആത്മാനുതാപിയാകാൻ നമുക്ക് കഴിയും. എൻ്റെ പിഴ അടിച്ചുകൊണ്ട് ക്രിസ്തുവെ, നിന്നെ ദ്രോഹിച്ചവനാണെന്നും നിന്നെ വിലമതിക്കാത്തവനാണെന്നും നിന്നെ തള്ളിപ്പറഞ്ഞവനാണ്, ഒറ്റിക്കൊടുക്കുന്നവനുമാണ് ഞാനെന്ന ബോധ്യത്തോടെ എളിമയോടെ കർത്താവിൻ്റെ പാദം പിൻചൊല്ലാം. ആത്മീയ വഴിയിൽ ഏറ്റവും ഉന്നതമായ മാർഗം യഥാർത്ഥത്തിൽ അനുതാപത്തിൻ്റെതാണ്, സ്വയം പരിശോധനയുടേതാണ്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിനാൽ കൃപ വഴി ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.